ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്കധികം സൗണ്ടിൽ സംസാരിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം കുഞ്ഞ് ബാക്കിൽ ഉറങ്ങാൻ ഫാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് ഫോണിൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കാം കേട്ടോ. ഇനി അഥവാ വോയിസ് ഓവർ കൊടുത്താൽ ശരിയാവില്ല. അല്ല, ഞാനിങ്ങനെ പറയാം കേട്ടോ, ശ്രദ്ധിച്ച് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തരണം കേട്ടോ. അനുഭവമല്ല, ഞാൻ എങ്ങനെ പറയാൻ എനിക്കറിയില്ല. ഞാൻ ഡിഗ്രി ചെയ്യുമ്പോൾ പ്രൈവറ്റായിട്ടാണ് പഠിച്ചത്. ഇത് മോർണിംഗ് ബാച്ചായിട്ട്, മോർണിംഗ് മുതൽ 7 മണി തൊട്ട് 9 മണി വരെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ജോലി ചെയ്തിരുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽമിയുടെ സർവീസ് സെൻ്ററാണത്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ആകെ ഒരു സർവീസ് സെൻ്റർ ഉള്ളൂ, ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ ഉള്ളൂ, ഫോണിൻ്റെയും അതുപോലെ ആക്സസറീസിൻ്റെ ഒക്കെ. റിയൽമിയുടെ കേട്ടോ, റിയൽമി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ, റെഡ്മി അല്ല, റിയൽമിയുടെ. അപ്പോൾ അവിടെ ഞാൻ റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഒരു കൊറോണയുടെ ഒരു ടൈമാണ് കേട്ടോ. കൊറോണ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾ നമുക്ക് ഫുള്ള് ലോക്ക്ഡൗൺ ആയിരുന്നല്ലോ. അത് കഴിഞ്ഞ് റീ ഓപ്പൺ ചെയ്തപ്പോഴും അതുപോലെ ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പും ഞാനവിടെ വർക്ക് ചെയ്യുന്നു. മൊത്തം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1 ഇയർ അടുത്ത്, 1 ഇയർ തികച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ റിസൈൻ ചെയ്തു അവിടുന്ന്. അപ്പോൾ ഞാൻ അവിടെ റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു കേട്ടോ. അവിടെ റിയൽമി മാത്രമല്ല, വേറെ കുറേ ബ്രാൻഡുകളുടെയും സർവീസ് സെൻറ്റർ കൂടിയായിരുന്നു. തൃശ്ശൂർ ജില്ലയിൽ ആകെ ഒരു സർവീസ് സെൻറ്റർ ഉള്ളൂ കേട്ടോ, ഓതറൈസ്ഡ്, അതാണത്. അപ്പോൾ അവിടെ ഞാൻ വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ഫോണിനെക്കുറിച്ച്, മൊബൈൽ ഫോൺസിനെ കുറിച്ച് കുറച്ചുകൂടി ഒരു അതിനെക്കുറിച്ച് കുറച്ച് അറിവുകൾ കിട്ടിയത്. ഫോണിൻ്റെ ഡിസ്പ്ലേ ഒന്ന് പൊട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പുറത്ത് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അമ്മയുടെ കയ്യിലാണ് നന്നാക്കാൻ കൊടുത്തത്. അപ്പോൾ സാധാരണക്കാർ നമ്മളിപ്പോഴുള്ളൊരു പെട്ടെന്ന് ഫോൺ നന്നാക്കി കിട്ടണമെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ്, അതായത് വലിയ ഷോപ്പിലൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ നന്നാക്കാറ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഭവിഷ്യത്തുകൾ, എന്താ പറയുക, അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും കാര്യങ്ങൾ. ഭവിഷ്യത്ത് എന്നല്ല പറയുക, ഭവിഷ്യത്തൊക്കെ വരും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മര്യാദയ്ക്ക് വേഗം എക്സ്പ്ലെയിൻ ചെയ്യട്ടോ. അപ്പോൾ ആദ്യം ഞാൻ റോങ് ആയിട്ട് നമുക്ക് പറയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാം കേട്ടോ. എനിക്ക് സംഭവിച്ചത്, എൻ്റെ ഫോൺ അത്യാവശ്യം നല്ല ഫോണായിരുന്നു. ഒരു 14-15 ആവറേജ് ആ ഒരു റേറ്റൊക്കെ ഉള്ള ഒരു ഫോണായിരുന്നു കേട്ടോ. റെഡ്മി നോട്ട് 10S എന്നാണ് ഫോണിൻ്റെ ബ്രാൻഡ്, മോഡൽ. അപ്പോൾ ഞാനത് സ്ക്രീൻ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് സ്ക്രീൻ വേറെ റീപ്ലേസ് ചെയ്യാനാണ് കൊടുത്തത്. അപ്പോൾ എന്തായാലും പുറത്തെ ഷോപ്പുള്ളൊരു ഡ്യൂപ്ലിക്കേറ്റാണ് വെക്കുക. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വെച്ചപ്പോൾ എൻ്റെ ഫോണിന് പറ്റിയിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഏട്ടൻ വരുമ്പോൾ ഏട്ടൻ്റെ ഫോണിൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. എൻ്റെ സ്ക്രീൻ തുറന്നു, റീപ്ലേസ് ചെയ്ത് തുറന്നിട്ട് ലൈറ്റ് അതൊന്ന് തെറിച്ച് ചീറ്റ് വരുന്നിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈറ്റ് അങ്ങനെ പുറത്തോടെ ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ എൻ്റെ ഫിംഗർ പ്രിൻ്റ് വർക്ക് ചെയ്യുന്നില്ല. ഇത് രണ്ടുമാണ് എനിക്ക് മെയിനായിട്ട് സംഭവിച്ചത്. അതുപോലെ എൻ്റെ സ്ക്രീനിൻ്റെ ക്ലാരിറ്റി പോയി, അതായത് നമ്മൾ ഡിസ്പ്ലേ കാണില്ലേ, വീഡിയോസൊക്കെ കാണില്ലേ, ഇപ്പോൾ HD ആയിട്ടും കാണുമ്പോൾ സൂം ചെയ്യുമ്പോൾ ഒരു കുറേ കട്ടകൾ പോലെ എനിക്ക് കാണാൻ. എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ. നല്ല ഫോണായിരുന്നു, 3 വർഷം ഞാൻ അത് കൊണ്ടുവരുന്ന ഫോണാണ്. അപ്പോൾ അത് പോയാലും എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അപ്പം സ്ക്രീൻ പുറത്ത് ഡിസ്പ്ലേ മാറുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. സംഭവം LCD ആണ്, LED ആണ്, കറക്റ്റ് അതാണ് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഡാറ്റാസ് പോകാനായിട്ട്, ഫോണിലുള്ള ഡാറ്റാസ് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ എന്തായാലും ഈ ഫോണുകളൊക്കെ റിപ്പയർ ചെയ്യുന്ന ആൾക്കാർ വലിയ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഉള്ളവരൊന്നും ആയിരിക്കില്ല. അവർ 2 ദിവസം എവിടെയെങ്കിലും യൂട്യൂബിലൊക്കെ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് വലിയ ട്രെയിനിങ് ഒന്നും കിട്ടാണ്ട് ചെയ്യുന്നവരാകാം. അപ്പോൾ നല്ല ഫോണൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ഇത് ഷോപ്പിൽ സർവീസ് ചെയ്യാൻ കൊടുക്കരുത്. നല്ല അറിവുള്ള ടെക്നീഷ്യൻസ് ആണോ ചെയ്യുന്നതെന്ന് നമുക്ക് ഉറപ്പില്ല. അതുപോലെ എനിക്ക് ഓവർ തിങ്കിങ് ഉള്ള കാരണം എനിക്ക് തോന്നാതെ കേട്ടോ. ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്, ചിലപ്പോൾ നമ്മൾ ഈ നല്ല ഫോണൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു നല്ല പാർട്സ് എടുത്ത് അയച്ച് മാറ്റിയാൽ എൻ്റെ ഒരു ചിന്ത കൂടെ എനിക്ക് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ക്വാളിറ്റി കുറവായിരിക്കും അവർ യൂസ് ചെയ്യുന്ന ടൂൾസിൻ്റെ, പ്രോപ്പറായിട്ടുള്ള ടൂൾസ് ആവില്ലായിരിക്കാം അവർ യൂസ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. അതർവൈസ് നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടൊരു സർവീസ് സെൻറ്ററിൽ പോയിട്ട് നമ്മുടെ ഫോൺ റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം അടിപൊളിയായിരിക്കും. അവർ ഒറിജിനൽ സാധനം തന്നെയാണ് നമുക്ക് റീപ്ലേസ് ചെയ്ത് തരാം. അതുപോലെ 1 ഇയർ ഫോണിൻ്റെ 1 ഇയർ ആയിട്ടില്ലെങ്കിൽ വാറണ്ടി ഉണ്ടല്ലോ. അതേസമയത്ത് നമ്മൾ പ്രൈവറ്റ് ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും നമ്മളിൽ നിന്ന് കാശ് വാങ്ങുള്ളൂ. അതുപോലെ സർവീസ് സെൻറ്റർ, ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ പോകുകയാണെങ്കിൽ 1 ഇയർ വാറണ്ടിയിൽ അവർ ചെയ്തു തരും. ഫിസിക്കലി ഉള്ള പ്രശ്നങ്ങളല്ലെങ്കിൽ സ്ക്രീൻ ഡാമേജ് ആവുക, അതുപോലെ ഡിസ്പ്ലേ പൊട്ടുക, അതുപോലെ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ
മെയിൻ കംപ്ലൈൻറ്റെങ്കിൽ അവരത് വാറണ്ടിയിൽ ചെയ്ത് തരില്ല. അത് ഔട്ട് ഓഫ് വാറണ്ടി ആകും. 1 ഇയറിനുള്ളിലാണ് കേട്ടോ. 1 ഇയർ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലും ഔട്ട് ഓഫ് വാറണ്ടിയിൽ തന്നെയാണ് ചെയ്യുക. പിന്നെ നമ്മൾ അവരെന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ ചെയ്യുന്നത് നമുക്ക് റിപ്പോർട്ട് സഹിതം പേപ്പറിൽ നമുക്ക് കിട്ടും. അതായത് നമ്മൾ സൈൻ ചെയ്യണം, അവരും സൈൻ ചെയ്യും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാൻ നിന്നൊരു സർവീസ് സെൻറ്ററിൽ, ഓതറൈസ്ഡ് ആയിട്ടുള്ള സർവീസ് സെൻറ്ററിൽ ഞാൻ അങ്ങനെയായിരുന്നു. റൂൾസ് റെഗുലേഷൻസൊക്കെ അങ്ങനെയായിരുന്നു. അതുപോലെ ഫോൺ അകത്തേക്ക് ഉള്ളിലേക്ക് റിപ്പയർ ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ അവർ ഫുൾ നമുക്ക് എവിടേക്കാണ് പോറലുള്ളത്, എവിടേക്കാണ് സ്ക്രാച്ചുള്ളത്, എവിടേക്കാണ് പൊട്ടൽ കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും കേട്ടോ. കാരണം നമ്മൾ ചില കസ്റ്റമേഴ്സ് കംപ്ലയിൻ്റ് ഉണ്ടാക്കും, ഞങ്ങൾ ഇങ്ങനെ അല്ലാത്തത്, ഞങ്ങൾക്ക് ഇങ്ങനെ പൊട്ടി കാര്യങ്ങൾ. എന്തായാലും തുറക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഇപ്പോഴത്തെ ഫോണുകളൊക്കെ ബാക്കിൽ ഹീറ്റാക്കിയിട്ടാണല്ലോ ഓപ്പൺ ചെയ്യുക. അപ്പോൾ എന്തായാലും ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരും. ട്രാൻസ്പെറൻറ്റ് ബാക്ക് കവറൊക്കെ ആണെങ്കിൽ. പിന്നെ എൻ്റെ അവിടെ കടയിൽ കൊടുത്ത കാരണം പൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട് പ്രോപ്പറായിട്ട് ചെയ്യാണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഒരു സർവീസ് സെൻറ്ററിൽ പോകുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. ഇപ്പം എന്താ ഞാൻ പറയാൻ വന്നത്, നമ്മൾ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ എവിടെ നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് പുറത്തേക്ക് പോയാലും അത് വരും 15 മിനിറ്റിൽ റെഡിയാക്കി തരും, 1/2 മണിക്കൂറിനുള്ളിൽ റെഡിയാക്കി തരും. അപ്പോൾ പാട്ടാണ് നമ്മൾ ഷോപ്പിൽ കൊടുക്കുക, കാര്യം കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇൻ കേസ് നമുക്കല്ലാതെ പോയി വാങ്ങാൻ പറ്റുക, നമ്മുടെ വേറെ വല്ല ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഏത് ഷോപ്പിലും കൊടുത്താലും സർവീസ് സെൻറ്ററിൽ കൊടുത്താലും അവിടെ നിന്ന് നമ്മൾ കൊടുത്തു എന്നുള്ള ഫോൺ അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു പ്രൂഫായിട്ട് എന്തെങ്കിലും റെസിപ്റ്റ് എഴുതി വാങ്ങാം. അവർ തന്നില്ലെങ്കിൽ തരും, സർവീസ് സെൻറ്ററുകളിലൊക്കെ തരും, ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലൊക്കെ തരും. പക്ഷെ തന്നില്ലെങ്കിൽ നമ്മൾ ഇൻ കേസ് നമ്മുടെ കടമ നമ്മൾ ചോദിച്ച് വാങ്ങണം. നമുക്കൊരു തെളിവായിട്ട് നമ്മുടെ ഫോൺ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് അവിടെ നിന്ന് വാങ്ങിപ്പോരണം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുപോലെ സർവീസ് സെൻറ്ററുകളുടെ നമ്പറൊക്കെ നമ്മുടെ ഗൂഗിളിൽ തന്നെ ഉണ്ട്. ഓതറൈസ്ഡ് ആണെങ്കിൽ അതിൻ്റെയൊക്കെ ഉണ്ടാവും. അതിൽ ചോദിച്ചിട്ട് ഇപ്പോൾ ഡിസ്പ്ലേ ആണ് പൊട്ടിയെങ്കിൽ ഡിസ്പ്ലേ അവിടെ സ്റ്റോക്ക് കിട്ടുമോ ചോദിക്കുക, സ്റ്റോക്ക് ഇല്ലെങ്കിൽ എന്നാ വരികയെന്ന് ചോദിക്കുക. അങ്ങനെയൊക്കെ ഓരോ അങ്ങനെയൊക്കെ നമുക്ക് ഓപ്ഷനുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അത്ര കേട്ടോ. ഇപ്പം കുഞ്ഞുണ്ട് കയ്യിൽ, അപ്പോൾ ലൈറ്റ് ഇട്ടാൽ എണീക്കും. അതാണ് ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഒരു ടോർച്ചിൻ്റെ വെളിച്ചത്തിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു, ബൈ.